Good morning students, welcome to the video. നമ്മളൊരു പ്രോബ്ലം ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്ക്. A 200 ohm resistor is connected in parallel with 600 ohm resistor. ഒരു 200 ohm resistor 600 ohm റെസിസ്റ്ററുമായിട്ട് പാരലൽ ആയി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ R1 എന്ന് പറയുന്നത് 200 ohm, R2 എന്ന് പറയുന്നത് 600 ohm. R1 is 200 ohm. R2 എന്ന് പറയുന്നത് 600 ohm. This combination connected across 30 volt battery. ഈ കോമ്പിനേഷൻ across ആയിട്ട് 30 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, 30 വോൾട്ടിന്റെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് റെസിസ്റ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 200ഉം 600ഉം. അതിന് അക്രോസ് ആയിട്ടൊരു 30 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് കറന്റ് ഫ്ലോയിങ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ആൻഡ് ടോട്ടൽ കറന്റ്. ഓരോ റെസിസ്റ്റർ വഴി ഒഴുകുന്ന കറണ്ടും ടോട്ടൽ കറണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം R1 വഴി ഒഴുകുന്ന കറണ്ട് IR1, R2 വഴി ഒഴുകുന്ന കറണ്ട് IR2. IR1 IR2 കണ്ടുപിടിക്കണം. എന്നിട്ട് മെയിൻ കറണ്ടായ IT-യും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്രയാണ്? ഇവിടുത്തെ വോൾട്ടേജ് 30 വോൾട്ട് ആണ്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റർ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് 30 വോൾട്ട് ആണ്. 30 വോൾട്ട് ആണ്. അപ്പോൾ രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 30 ആണ്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. രണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് സെയിം ആണ്, അത് 30 ആണ്. V is equal to 30. ഓക്കെ, ഈ ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V is equal to IR, I is equal to V by R. കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ IR1 എത്ര ആയിരിക്കും? IR1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എത്ര? IR1 ഒഴുകുന്നത് R1 വഴിയാണ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് R1 വഴി ഒഴുകുന്ന IR1 ആണ്. ഓക്കെ, അപ്പോൾ IR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എത്ര? R1. V എത്രയാണ്? വോൾട്ടേജ് എത്രയാണ്? V എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ R1 200. ഓക്കെ, അപ്പോൾ IR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 200, 3/20. ഓക്കെ, 3/20. 3/20 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/20 എത്ര വരും? 3/20 എത്ര വരും? 3/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300. ഏകദേശം 0.15 ആംപിയർ എന്ന് വരും. 3/20 എന്ന് പറഞ്ഞാൽ ഏകദേശം 0.15 ആംപിയർ എന്ന് വരും. ഓക്കെ, 3/20. 3/20 എന്ന് പറഞ്ഞാൽ 0.15. ഓക്കെ, ഇനി അടുത്തത് IR2. R2 വഴി ഒഴുകുന്ന കറണ്ട് IR2 കാണാനുള്ള ഫോർമുല V by R2. IR1 V by R1 ആണെങ്കിൽ IR2 എന്ന് പറയുന്നത് V by R2. V എന്ന് പറഞ്ഞാൽ 30, R2 എന്ന് പറഞ്ഞാൽ 600.
ഓക്കെ. 3/60 എത്ര വരും? 3/60 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/60 എന്ന് പറഞ്ഞാൽ 1/20. 1/20 1/20 എത്ര വരും? 0.05. 0.05 ആംബിയർ. അപ്പോൾ IR1 കിട്ടി, IR2 കിട്ടി. അങ്ങനെയാണെങ്കിൽ IT എന്ന് പറഞ്ഞാൽ മെയിൻ കറണ്ട് IT എന്ന് പറഞ്ഞാൽ IR1 പ്ലസ് IR2 ആണല്ലോ. മെയിൻ കറണ്ട് IT എന്ന് പറഞ്ഞാൽ IR1 പ്ലസ് IR2 ആണ്. IR1 എത്രയാണ്? 0.15 ആംബിയർ. IR2 എത്രയാണ്? 0.05. 0.15 പ്ലസ് 0.05 എന്ന് പറഞ്ഞാൽ 0.20 ആംബിയർ. ഓക്കെ. കാൽക്കുലേഷൻ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 3 കാൽക്കുലേഷൻ ചെയ്തു. ഒന്ന് 3/20 ആണ്. 3/20 കണ്ടുപിടിക്കാൻ 3/20 കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയുണ്ട്. മേളിൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 300 വരും. 300 എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞാൽ 20 ഗുണം 15 ആണ് 300. അപ്പോൾ 15 വരും. നമ്മൾ 3യെ 300 ആക്കാൻ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് 2 സ്ഥാനം ഇപ്പുറത്തേക്ക് മാറ്റണം. അപ്പോൾ 0.15 ആംബിയർ. ഇനി 1/20. 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതേപോലെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതപ്പോൾ 100 ആവും. 100/20 എത്ര? 5. നമ്മൾ 10⁻² കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ആൻസർ 5 എന്ന് കിട്ടി. അപ്പോൾ 10⁻² കൊണ്ട് നമ്മൾ ചുമ്മാ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി കൂട്ടുക. അപ്പോൾ 0.05 എന്ന് കിട്ടി. ഈ മൂന്നാമത് കാൽക്കുലേറ്റ് ചെയ്ത് 0.15 പ്ലസ് 0.05 0.20 ആംബിയർ. 5 5 10 1 1 2 0.20 ആംബിയർ. ഓക്കെ. ഇപ്പോൾ മെയിൻ കറണ്ട് നമുക്ക് കിട്ടി. മെയിൻ കറണ്ട് IT എന്ന് പറഞ്ഞാൽ IR1 പ്ലസ് IR2. 0.15 ആംബിയർ പ്ലസ് 0.05 ആംബിയർ ഈസ് ഈക്വൽ ടു 0.20 ആംബിയർ. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ വർക്ക് പവർ എനർജി. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് വർക്ക് പവർ എനർജിയാണ്. ഇനി തൊട്ട് വളരെ സിമ്പിൾ പോർഷൻ ആണ് പഠിക്കുന്നത്. ഓക്കെ. ഇത് നമുക്ക് ഇനി ഓണം കഴിഞ്ഞെടുക്കാം. ഓക്കെ. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിന് ഞാൻ ആദ്യം തന്ന ആ ലിങ്ക് തന്നെ ആണ് ഉപയോഗിക്കേണ്ടത്. എന്നും ആ ലിങ്ക് ആയിരിക്കും. ആ ലിങ്ക് വഴിയാണ് ആദ്യം തന്ന ലിങ്ക്. ഓക്കെ. ആ ലിങ്ക് വഴിയായിരിക്കും ഞാൻ ഗൂഗിൾ മീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലിങ്ക് തന്നെ ഉപയോഗിക്കുക. സെയിം ലിങ്ക് തന്നെ ഉപയോഗിക്കുക. ഓക്കെ.